ഹായ് എവ്രിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ വിഷുവൊക്കെ ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വിഷുവിൻ്റെ തലേന്ന് മുതൽ രാവിലെ വരെ നല്ല രീതിയിലുള്ള പടക്കവും അതേപോലെ മറ്റ് ആഘോഷങ്ങളൊക്കെ നമ്മുടെ അയൽവാസികൾ നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഉറങ്ങാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞങ്ങളെ ചുറ്റും ഞങ്ങളെ അയൽവാസികളാണ്. അവർക്ക് വിഷു എന്ന് പറഞ്ഞാൽ ഭയങ്കര ആഘോഷമാണ്. അപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ നല്ല രീതിയിൽ പടക്കം പൊട്ടിക്കലും അതേപോലെ പൂക്കുറ്റി കത്തിക്കൽ, കമ്പത്തിരി കത്തിക്കൽ, നിരച്ചക്കം, പിന്നെ ഇപ്പോൾ വെറൈറ്റികളുണ്ടല്ലോ. അപ്പം നമ്മളത് കാണാനിങ്ങനെ കൊലയിൽ കുത്തിയിരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നല്ലൊരു രസമായിരുന്നു. അപ്പോൾ നമ്മൾ പടക്കമൊക്കെ പൊട്ടുന്ന കേട്ടിട്ടാണ് രാവിലെ എഴുന്നേൽക്കുന്നത്. ഇവർ കണി കാണുന്ന നേരത്ത് ഭയങ്കര ഒരു പടക്കം പൊട്ടിക്കലുണ്ട് കേട്ടോ. അത് നമുക്ക് നേർക്ക് തിരിച്ചറിയാൻ സാധിക്കും. രാത്രി ഒന്ന് അടങ്ങിയിട്ട് പിന്നെ ആ കണി കാണുന്ന സമയത്തായിരിക്കും. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ എഴുന്നേറ്റപ്പോൾ കുറേ നമ്മൾ കണ്ടു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റ് എന്തായാലും ചൂടൊക്കെ അല്ലേ, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചായയുടെയൊക്കെ കഴിഞ്ഞ്, അപ്പോൾ ഉമ്മാക്ക് നെയ്യപ്പം വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് നെയ്യപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മാക്ക് എല്ലാവരും അയൽവാസികൾ കൊണ്ടു കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മളെ വീട്ടിലായതുകൊണ്ട് ഉമ്മാക്ക് പണ്ടത്തെ അയൽവാസികളൊക്കെ ഉമ്മ മിസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് നെയ്യപ്പം ഉണ്ടാക്കി കൊടുത്തു. പിന്നെ നാസ്തിയായിട്ട് കുറച്ച് ബീഫ് കറിയും പിന്നെ റോട്ടിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. എല്ലൊക്കെ ഇട്ടൊരു ബീഫ് കറിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നാസ്ത എന്ന് പറയുന്നത് ഒറോട്ടിയാണ്. നമ്മുടെ നാട്ടിൽ ഒറോട്ടിയാണ്. ദോശയും പത്തിരിയൊക്കെ പോലെ ഒറോട്ടി പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നാസ്തയൊക്കെ കഴിച്ച് പിന്നെ ഉച്ച സമയമായി. ഭയങ്കര ചൂടാണ് കേട്ടോ. എന്താ പറയുക, ഉച്ചയാകുമ്പോഴത്തേക്ക് ഞാൻ തളർന്നു പോയിന്. വാർത്തയിലൊക്കെ പറയുന്ന പോലെ സത്യം തന്നെയാണ്, ഉച്ചയാകുമ്പം ഞങ്ങൾ തളർന്നു പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിന്ന് കഞ്ഞിയും പുഴുക്കും അതേപോലെ അച്ചാറും ചമ്മന്തി മീൻ പൊരിച്ചൊക്കെ അങ്ങനെയൊക്കെയാണ് നമ്മളിന്ന് ഉണ്ടാക്കിയത്. അല്ലാണ്ട് വേറൊന്നും നമുക്ക് തിന്നാൻ വേണ്ട, വായിക്കൊന്നും വേണ്ട, അങ്ങനെ ഒരു ഫീലാണ് തോന്നുന്നത്. അപ്പോൾ ഉച്ചക്ക് ഞങ്ങളെല്ലാവരും കഞ്ഞിയും പുഴുക്കൊക്കെ കുടിച്ചു. ഭയങ്കര ചൂടാണ് കേട്ടോ. കാരണം ചൂട് കൂടി വരുക തോന്നുന്നു. ഉള്ള വെള്ളം പോലും പറ്റിപ്പോകുമെന്നാണ് തോന്നുന്നത് കേട്ടോ. പുറത്തൊക്കെ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല, അത്രക്ക് ചൂടാണ്, ചുട്ട് പൊള്ളുന്ന ചൂടാണ്. നമ്മളെ ഷീറ്റും കൂടി ആയതുകൊണ്ട് ഫാനിങ്ങനെ കറങ്ങുന്നുണ്ട്. പക്ഷേങ്കിൽ തണുപ്പൊന്നും നമുക്ക് കിട്ടുന്നില്ല, എന്നാലും ചെറിയൊരു ആശ്വാസമുണ്ട്. അപ്പോൾ നമ്മുടെ തൊട്ടയൽവാസി രജിതേച്ചി രാവിലെ തന്നെ നമുക്ക് പ്രഥമൻ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചൂടോടെ നല്ല പ്രഥമൻ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വിഷുവാഘോഷമൊക്കെ വീട്ടിലാണ്. നല്ല പ്രഥമൻ കേട്ടോ. അത് കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് ഞാനൊരു ഗ്ലാസ് കുടിച്ചു നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ എല്ലാ അയൽവാസികളും നല്ല അയൽവാസികളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പെരുന്നാളൊക്കെ ആകുമ്പോൾ നമ്മൾ അങ്ങോട്ടും കൊടുക്കും. അപ്പോൾ അവരുടെ വിഷുവൊക്കെ ആകുമ്പം ഓണമൊക്കെ ആകുമ്പോൾ അവരെ എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുത്തരും കേട്ടോ. ഇതൊരു സന്തോഷമാണ്. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ നമ്മുടെ വേറൊരു അയൽവാസി മൈചേച്ചി എന്ന് പറയുന്ന അയൽവാസി വീണ്ടും പ്രഥമനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ കുറച്ച് ഉണ്ണിയപ്പം കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യത്തെ വിഷുവിന് ഇതേ പ്രഥമനും ഉണ്ണിയപ്പം ഒക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. പക്ഷേ ഒന്നും നമുക്ക് വേണ്ട, കഴിക്കാനൊന്നും തോന്നുന്നില്ല. ഈ ചൂട് കാരണം നമുക്ക് ഒന്നും അങ്ങോട്ട് വേണ്ട. കാരണം എന്താ, ഈ ചൂട് തന്നെയാണ്. അപ്പോൾ ഒന്നും കളയാനും ഉദ്ദേശമില്ല. നമ്മളെല്ലാം ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ട് പ്രഥമനൊക്കെ. അപ്പോൾ നാളെ എന്തായാലും കഴിക്കാം. പിന്നെ രാത്രി നമ്മുടെ ഷായിമോൻ്റെ വരയാണ് കേട്ടോ. ഫോൺ നോക്കി വരക്കുന്നതാണ്. ചില സമയം മാത്രം വരക്കും കേട്ടോ. അപ്പോൾ ഈ ഫോൺ കുറച്ച് വരച്ചിട്ടുണ്ടായിരുന്നു. വെക്കേഷൻ ആയതുകൊണ്ട് ചിത്രകലേൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അതിലേക്ക് ഇങ്ങനെ നമ്മൾ വരച്ച പിക്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ ഇതൊക്കെയാണ് രാത്രി. അങ്ങനെ രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളങ്ങ് കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.